തോമസ് സത്യം പറഞ്ഞാൽ ഞാനും പെട്ട് കിടക്കുക. എനിക്ക് ആകെ ഉണ്ടായിരുന്ന വയൽ അത് നെൽകൃഷി എടുക്കാതായിട്ട് കുറേ കാലമായി. കാരണം നെൽകൃഷി എടുക്കാൻ പറ്റുന്നില്ല, വെള്ളമില്ല. അപ്പോൾ ഞാനതിൽ കവുങ്ങും തെങ്ങൊക്കെ വെച്ചു. ഇപ്പോൾ കവുങ്ങും തെങ്ങും അതും വലിയ മെച്ചമൊന്നുമില്ല. എന്നാൽ പിന്നെ ഈ ഭൂമി ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാമെന്ന് ചോദിക്കുമ്പോൾ ഇത് വയലായതുകൊണ്ട് ഒരു വിലയും കിട്ടും. ആകെ പെട്ട് കിടക്കുക. അപ്പോൾ ഞാൻ ബോർഡ് കണ്ടത് ഇങ്ങനെ തരം മാറ്റി കൊടുക്കുന്നൊക്കെ പറഞ്ഞു. ഇതിപ്പോൾ എന്താ ചെയ്യാന്നുള്ളത് എനിക്ക് നമ്മുടെ സാറ് വരുന്നുണ്ട്. സാറിനോട് ചോദിച്ച കാര്യങ്ങൾ മനസ്സിലാവും. സാറേ നമസ്കാരം, എങ്ങനെ ഉണ്ടായിരുന്നു? നമ്മുടെ ക്രിസ്മസ് ഒക്കെ അടിച്ച് പൊളിച്ചു. സാറേ എനിക്കൊരു സംശയം. ഈ ബോർഡ് കണ്ടല്ലോ, ഈ ഭൂമി തരം മാറ്റി കൊടുക്കുന്നു പറഞ്ഞാൽ എന്താ അത് എനിക്കത് മനസ്സിലാവുന്നില്ല. നമ്മൾ ഈ ചേട്ടനുമായിട്ട് ഞാൻ സംസാരിക്കരുത്. ചേട്ടനും കുറച്ച് ഭൂമിയുണ്ട്, ഇതെങ്ങനെ ഈ തരം മാറ്റി കൊടുക്കുന്നത്? നമുക്ക് എവിടെയെങ്കിലും ഒന്ന് സ്വസ്ഥമായിട്ടിരുന്നിട്ട് സംസാരിക്കാം. ഓക്കെ സാറേ, നമ്മളിപ്പോൾ വരുന്ന വഴിക്ക് ഒരു ബാനർ കണ്ടില്ലേ, ഈ തരം മാറ്റി കൊടുക്കുമെന്ന് പറഞ്ഞിട്ട്. എന്താ ഈ തരം മാറ്റി കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ ഉദ്ദേശിക്കുന്നത്? ഭൂമി സ്വഭാവത്തിനനുസരിച്ച് രണ്ട് തരം, നിലവും പുരയിടവും, അല്ലെ കരയും വയലും, അതല്ല നഞ്ചയും പുഞ്ചാന്നൊക്കെ കേട്ടിട്ടില്ലേ. 2008 നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമിയിൽ യാതൊരുവിധ നിർമ്മാണ പ്രവർത്തനങ്ങളോ പരിവർത്തന പ്രക്രിയകളോ അനുവദിക്കുകയില്ല. അങ്ങനെ ഡാറ്റാ ബാങ്കിൽ നിലമെന്ന് രേഖപ്പെടുത്തിയ ഭൂമിയെ പുരയിടമെന്ന് ആക്കി മാറ്റി കൊടുക്കുമെന്ന ബാനർ കൊണ്ട് ഉദ്ദേശിക്കുന്ന കാര്യം. ഈ ഡാറ്റാ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഒരു പഞ്ചായത്തിലെ നെൽവയലുകളുടെയും തണ്ണീർത്തടങ്ങളുടെയും വിവരങ്ങൾ ശേഖരിച്ച് ക്രോഡീകരിച്ച് വെച്ചിരിക്കുന്ന ഒരു രേഖയാണ് ഡാറ്റാ ബാങ്ക് എന്ന് പറയുന്നത്. ഈ ഡാറ്റാ ബാങ്കിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് പിന്നെ പുരയിടമാക്കി മാറ്റാൻ പറ്റില്ല എന്നാണോ ഉദ്ദേശിച്ചിരിക്കുന്നത്? ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും ആ ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഭൂമി ഭാഗികമായോ പൂർണ്ണമായോ പരിവർത്തനം ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിനെ തരം മാറ്റാൻ കഴിയും. പരിവർത്തനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞത് എന്താണ് അർത്ഥം? പരിവർത്തനം ചെയ്യപ്പെടുക എന്ന് പറഞ്ഞാൽ കെട്ടിടങ്ങൾ നിർമ്മിച്ചതിൻ്റെ ഫലമായോ അല്ലെ തനി വിളകൾ കൃഷി ചെയ്തതിൻ്റെ ഫലമായോ ഭൂമിയുടെ സ്വഭാവം മാറിപ്പോകുന്നതിനെയാണ് പരിവർത്തനം ചെയ്യപ്പെടുക എന്ന് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഈ കാപ്പി, കുരുമുളക് അങ്ങനെയുള്ള ഇതൊക്കെ കൃഷി ചെയ്ത ഭൂമി, അതിന് നമുക്ക് വയലിൽ പണ്ട് കൃഷി ചെയ്ത് വന്നതാ, കരയാക്കി മാറ്റാൻ പറ്റുമോ? പറ്റും. ഇതിൻ്റെ അപേക്ഷകൾ ആർക്കാണ് സമർപ്പിക്കേണ്ടത്? RDOയ്ക്കാണ് അപേക്ഷ കൊടുക്കേണ്ടത്. ഓൺലൈനായിട്ടാണ് അപേക്ഷ. ഈ അപേക്ഷ ഓൺലൈനിൽ കൊടുക്കുമ്പോഴേ നമ്മൾ അതിൻ്റെ കൂടെ വെറുതെ അപേക്ഷ മതിയോ, അതിൻ്റെ ഒപ്പം വേറെ എന്തെങ്കിലും രേഖകൾ കൂടി സമർപ്പിക്കേണ്ടതുണ്ടോ? എന്തൊക്കെ രേഖകളാണ് നമ്മൾ സമർപ്പിക്കേണ്ടത്? അപേക്ഷയോടൊപ്പം സമർപ്പിക്കേണ്ട രേഖകൾ സ്ഥലത്തിൻ്റെ ആധാരം, അത് നികുതി ചീട്ട്, പട്ടയത്തിൻ്റെ കോപ്പി ഉണ്ടെങ്കിൽ പട്ടയത്തിൻ്റെ കോപ്പി, പിന്നെ ഒരു ലാഡർ സ്കെച്ച്, ഉടമസ്ഥൻ, ഭൂമിയുടെ ഉടമസ്ഥൻ ആ ഭൂമിയുടെ 4 അതിരുകളിൽ നിൽക്കുന്ന ഒരു ഫോട്ടോ, ഡാറ്റാ ബാങ്കിൻ്റെ പകർപ്പ്, അടങ്കൽ പകർപ്പ്, കൈവശ സർട്ടിഫിക്കറ്റ് എന്നിവയാണ് ഇതിനോടൊപ്പം സമർപ്പിക്കേണ്ടത്. ഈ സാറിപ്പോൾ പറഞ്ഞില്ലേ ലാഡർ സ്കെച്ച് അല്ലേ? ഈ ലാഡർ സ്കെച്ച് എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അംഗീകൃത സർവേയർ തരം മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ FMBയുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കുന്ന ഒരു സ്കെച്ചിനെയാണ് ലാഡർ സ്കെച്ച് എന്ന് പറയുന്നത്. ഡാറ്റാ ബാങ്കിൽ നിലമെന്ന് രേഖപ്പെടുത്തിയ ഭൂമി തരം മാറ്റാൻ കഴിയും. ഡാറ്റാ ബാങ്കിൽ നിലമെന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഭൂമി തരം മാറ്റാൻ കഴിയും. അതിന് ആദ്യം ഉള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ ആ ഭൂമിയുടെ സ്വഭാവം മാറിയിട്ടുണ്ടായിരിക്കണം. അതായത് കമുക്, തെങ്ങ് മുതലായവ കൃഷി ചെയ്തതിൻ്റെ ഫലമായി ആ ഭൂമിയുടെ സ്വഭാവം മാറിയിട്ടുണ്ട്. എന്നാൽ ഡാറ്റാ ബാങ്കിൽ അത് നിലമെന്ന് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളതെങ്കിൽ നമ്മൾ ഫോറം 5 അപേക്ഷ കൊടുത്തുകൊണ്ട് ആദ്യം ഡാറ്റാ ബാങ്കിൽ നിന്നും ആ ഭൂമി ഒഴിവാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം. ഫോറം 5, 6, 7 എന്നൊക്കെ സാർ പറഞ്ഞില്ലേ, അതെന്താണെന്ന്? പൊതുവേ ഈ ഇതിനായിട്ട് ഫോറം 5, 6, 7, 9 എന്നിങ്ങനെ ഫോറങ്ങളാണുള്ളത്. ഡാറ്റാ ബാങ്കിൽ നിലമെന്ന് രേഖപ്പെടുത്തപ്പെട്ട ഭൂമി നിലമല്ല എന്ന് ഒഴിവാക്കി കിട്ടുന്നതിനാണ് ഫോറം 5 അപേക്ഷ കൊടുക്കുന്നത്. അപ്പോൾ 6ഉം 7 എന്ന് പറയുന്നത് തമ്മിൽ എന്താ വ്യത്യാസം? ഫോറം 6 എന്ന് പറയുന്നത് 50 സെൻറ്റ് വരെയുള്ള ഭൂമി തരംമാറ്റം ചെയ്യുന്നതിന് വേണ്ടി നൽകപ്പെടുന്ന അപേക്ഷയാണ് ഫോറം 6ൽ വേണ്ടത്. എന്നാൽ 50 സെൻറ്റിൽ മുകളിലാണ് തരംമാറ്റം ചെയ്യപ്പെടേണ്ട ഭൂമിയുടെ വിസ്തീർണമെങ്കിൽ നമ്മൾ ഫോറം 7ൽ അപേക്ഷ കൊടുക്കണം. 6നെ അപേക്ഷിച്ച് 7ന് എന്താ വ്യത്യാസമുള്ളത് കൂടുതൽ? ഫോറം 6ൽ ഞാൻ പറഞ്ഞല്ലോ 50 സെൻറ്റ് വരെയുള്ള തരംമാറ്റമേ അനുവദിക്കുകയുള്ളൂ. പിന്നെ അതിന് മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഫോറം 7ൽ അപേക്ഷ കൊടുക്കപ്പെടുമ്പോൾ നമ്മൾ തരം മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ 10% വിസ്തീർണം ജലസംരക്ഷണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കേണ്ടതുണ്ട്. അതിന് പ്രത്യേകമായൊരു പ്ലാൻ തയ്യാറാക്കുകയും വേണം. കുളം അങ്ങനെയുള്ള സാധനങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലേ? ഇതിന് ഈ 5, 6, 7 എന്നൊക്കെ പറഞ്ഞില്ലേ, അതിന് എന്തെങ്കിലും ഫീസ് നിരക്കുണ്ടോ? ഫോറം 5ലുള്ള അപേക്ഷകൾക്ക് 100 രൂപയും ഫോറം 6ലും 7ലുള്ള അപേക്ഷകൾക്ക് 1000 രൂപയും ഫീസ് അടയ്ക്കണം. ഇതല്ലാതെ നമ്മൾ കൂടുതൽ ഫീസ് എന്തെങ്കിലും അടയ്ക്കേണ്ടതുണ്ടോ? അത് 25 സെൻറ്റ് വരെയുള്ള തരംമാറ്റം സൗജന്യ നിരക്കിലാണ്. 25 സെൻറ്റിന് മുകളിലാണ് തരംമാറ്റം ചെയ്യപ്പെടേണ്ടതെങ്കിൽ ഫീസ് അടയ്ക്കണമെന്നുള്ളതാണ്.
അപ്പോൾ ഈ മുമ്പ് നമ്മൾ കവുങ്ങ് തെങ്ങ് മുതലായവ കൃഷി ചെയ്ത് വന്നിരുന്നതും എന്നാൽ ഇപ്പം അത്തരം വിളകൾ നശിച്ചു പോയതുമായ ഭൂമി നമുക്ക് തരം മാറ്റാൻ പറ്റും. മുമ്പ് കൃഷി ഉണ്ടായിരുന്നു. അവ പരിവർത്തനം ചെയ്യപ്പെട്ട് പോയതാണെങ്കിൽ 2008 സ്റ്റാറ്റസാണ് നമ്മളിതിന് കണക്കിലെടുക്കുന്നത്, ഭൂമിയുടെ സ്റ്റാറ്റസാണ് കണക്കിലെടുക്കുന്നത്. 2008 ശേഷം ഇത് പരിവർത്തനം ചെയ്യപ്പെട്ട് പോയതായിരിക്കും ആണ്. എന്നാൽ ഇപ്പോൾ അങ്ങനത്തെ വിളകളൊന്നും അവിടെ ഇല്ലെങ്കിൽ പോലും നമുക്ക് SCRCൻ്റെ സഹായത്തോടു കൂടി അതിൻ്റെ ഇപ്പോഴത്തെ അന്നത്തെ സ്റ്റാറ്റസ് കണക്കാക്കാൻ കഴിയും. നമ്മൾ പലയിടത്തും ഈ ബാനർ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ഏജൻസികളെ ഏൽപ്പിച്ചിട്ടുണ്ടോ ഈ തരം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട്? സർക്കാർ അങ്ങനെ ഒരു ഏജൻസിയെ നിയോഗിച്ചിട്ടില്ല അതിനുവേണ്ടി. അപ്പോൾ ഇത്തരത്തിലുള്ള ബാനറുകൾ എന്തിനു ഉദ്ദേശിക്കുന്നതാണ്? അത് ഓരോരുത്തർ സ്വകാര്യ ലാഭം ഉണ്ടാക്കാൻ വേണ്ടി നൽകിയിരിക്കുന്ന ബാനറുകളാണ്. നമ്മളിപ്പോൾ തരംമാറ്റത്തിന് ഒരു അപേക്ഷ കൊടുത്തു. ആ അപേക്ഷ കൊടുത്തതിൻ്റെ സ്റ്റാറ്റസ് എന്താണ്, അതിൻ്റെ അവസ്ഥ എന്താണ്, അത് എന്ന് അറിയുന്നതിന് എന്താ മാർഗം? തരംമാറ്റത്തിനുള്ള അപേക്ഷ സമർപ്പിച്ച് കഴിയുമ്പോൾ ആ അപേക്ഷയുടെ ഒരു നമ്പർ നമുക്ക് മെസ്സേജായിട്ട് വരും. ആ നമ്പർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ആ അപേക്ഷയുടെ സ്റ്റാറ്റസ് പിന്നീട് ട്രാക്ക് ചെയ്യാൻ കഴിയും സൈറ്റിൽ. അപ്പോൾ ഒരു സംശയം കൂടി സാറേ, ഈ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫീസ്, അടയ്ക്കുന്ന ഫീസ്, നേരത്തെ സാറ് പറഞ്ഞു 5-ന് 100 രൂപയും അല്ലാത്തതിന് 1000 രൂപയെന്ന്. പക്ഷേ ഈ സ്ഥലത്തിൻ്റെ വിസ്തീർണത്തിനനുസരിച്ച് ഫീസ് നിരക്കിന് വ്യത്യാസം ഉണ്ടാവും. അത് ഞാൻ പറഞ്ഞത് അപേക്ഷയുടെ ഫീസിൻ്റെ കാര്യമാണ്. അപേക്ഷകന്റെ മൊത്തം കൈവശ ഭൂമി 25 സെൻറ്റ് മാത്രമേ ഉള്ളൂവെങ്കിൽ സൗജന്യമായി തരംമാറ്റം അനുവദിക്കുന്നതാണ്. എന്നാൽ 25 സെൻറ്റ് മുതൽ 1 ഏക്കർ വരെയാണെങ്കിൽ തരം മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയുടെ സമാന സ്വഭാവമുള്ള കരഭൂമിയുടെ ഫെയർ വാല്യൂവിൻ്റെ 10% ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. 1 ഏക്കറിന് മുകളിലേക്കാണെങ്കിൽ ഫെയർ വാല്യൂവിൻ്റെ 20% ഫീസായിട്ട് അടയ്ക്കേണ്ടതാണ്. എന്നാൽ 2017 ശേഷം ഒരാൾ 1 ഏക്കർ ഭൂമിയിൽ നിന്നും 25 സെൻറ്റ് ഭൂമി ആധാരം ചെയ്ത് വാങ്ങുകയും പ്രസ്തുത ഭൂമി തരംമാറ്റത്തിനായി അപേക്ഷ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾക്ക് സൗജന്യ നിരക്കിൽ തരംമാറ്റം അനുവദിക്കുന്നതല്ല. തരം മാറ്റാൻ ഉദ്ദേശിക്കുന്ന ഭൂമിയിൽ 3000 സ്ക്വയർ ഫീറ്റിന് മുകളിലുള്ള കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നുണ്ടെങ്കിൽ അത്തരം കെട്ടിടങ്ങൾക്ക് പിന്നീട് നിർമ്മിക്കപ്പെടുന്ന ഓരോ സ്ക്വയർ മീറ്ററിനും സർക്കാർ നിശ്ചയിച്ച ഫീസ് കൂടി അടയ്ക്കേണ്ടതാണ്. വെരി ഗുഡ്, താങ്ക് യു സർ, ഗുഡ് ഇൻഫർമേഷൻ. താങ്ക് യു.